നമസ്കാരം. നിങ്ങൾക്ക് താരൻ, മുടികൊഴിച്ചിൽ, ഉളുക്ക്, മഞ്ഞപ്പിത്തം, നടുവേദന, അതുപോലെ മൂത്രസംബന്ധമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ, വയറുവേദന, വയറിളക്കം, കൊളസ്ട്രോൾ, പ്രമേഹം, ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി, ജലദോഷം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ അലട്ടുന്ന ആളുകളാണോ? ഇതിലേതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഔഷധ പാനീയമാണ് ഇന്ന് പരിചയപ്പെടുന്നത്. നമ്മുടെയൊക്കെ തന്നെ വീട്ടുപറമ്പിലും ഒക്കെ തന്നെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഔഷധം ഉപയോഗിച്ചിട്ടാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, കാരണം ഒട്ടനേകം രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. ആനചവിട്ടി, ആനയടിയൻ, ആനച്ചുവടി എന്നുള്ള പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് ആനയുടെ പാദത്തിന് സമമായിട്ടുള്ള ഒരു ആകൃതി ഉള്ളത് കൊണ്ടും അതും ആന ചവിട്ടിയതുപോലെ തന്നെ പതിഞ്ഞ ഭൂമിയോട് കിടക്കുന്നത് കൊണ്ടും ഒക്കെ തന്നെയാണ് ഇതിന് ഈ പേര് വന്നിട്ടുള്ളത്. ഇനി ഇതിൽ ഗോജിഹ്വ എന്നുള്ള പേരിലും അറിയുന്നുണ്ട്. ഇതിൻ്റെ ഇല ഒരെണ്ണം എടുത്ത് നോക്കിയാൽ അതിനൊരു പരുപരിപ്പ് ഒക്കെ ഉണ്ടാവും, ഒരു രോമം പോലെയൊക്കെ വന്നിട്ട്. അപ്പോൾ അതിനൊക്കെ സാമ്യമുള്ളത് കൊണ്ട് ഈ രീതിയിൽ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇഡ്ലിയിലയുടെ എലഫന്റ് ഫൂട്ട് എന്നുള്ളതും അതേ അർത്ഥത്തിൽ തന്നെ ഇത് എലഫന്റോപ്പസ് കാബർ എന്നുള്ള ലാറ്റിൻ നാമവും ഇതിന് കൊടുത്തിട്ടുണ്ട്. ശരീരതാപം നിയന്ത്രിക്കാനുള്ളതും അതുപോലെ ഹൃദ്രോഗങ്ങളെ തടയാനും ചുമ, പനി തുടങ്ങിയ പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ വിഷഹരമായിട്ടുള്ളതാണ്. ഹെയർ ട്രീറ്റ്മെൻറ്റിലും അതുപോലെ ഹെയർ ലോഷനിലൊക്കെ എപ്പിജിനിൻ എന്നുള്ള ഒരു ഫ്ലാവനോയിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് കോസ്മെറ്റിക് പ്രോഡക്ട്സിൽ. അപ്പോൾ ഇത് തന്നെ നാച്ചുറലി നമുക്ക് കിട്ടുന്ന ഒന്നാണ് ഈ ഒരു ആനച്ചുവടി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കേശ സംരക്ഷണത്തിൽ ഉപയോഗിക്കാറുണ്ട്. മുടി കൊഴിഞ്ഞു പോകുന്നവർ അല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് നന്നായി വളർച്ച കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഇത് സുലഭമായിട്ട് കിട്ടുന്നവരാണെങ്കിൽ ഒട്ടും തന്നെ വിടണ്ട, കയ്യോടെ എടുത്ത് ഇത് ചെളിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് ഞെരടി വെള്ളം കൂടെ ചേർത്തിട്ടൊരു സാധാരണ നമ്മുടെ അലക്ക് കല്ലിലൊക്കെ തന്നെ നന്നായിട്ട് ഉരച്ചെടുത്ത് താളി ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം. ഇനി നല്ല ഓയിലി സ്കാൽപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ കുറച്ച് കടല പൊടി അല്ലെങ്കിൽ കടലമാവൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടും നമുക്ക് മുടി കഴുകാനായിട്ട് ഉപയോഗിക്കാം. എന്നാൽ ഒരു ഷാമ്പൂവിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ഇനി അതുപോലെ ഇത് തലേ ദിവസം കുതിർത്തിട്ട് ഉലുവയും അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ഒരു 2 തണ്ട് ഈ ആനച്ചുവടിയും കൂടെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് തലയിൽ തേക്കുന്നതും മുടി വളർച്ചയ്ക്ക് വളരെ സഹായകരമായിട്ടുള്ളതാണ്. ഇനി അതുപോലെ നിങ്ങൾക്ക് കൊളസ്ട്രോള്, പ്രമേഹം അല്ലെങ്കിൽ ശരീരത്തിന് അമിതമായിട്ട് വണ്ണം വയ്ക്കുന്ന പ്രശ്നങ്ങളും, ഇനി പെട്ടെന്ന് വയറിളക്കം പോലെ കോളറ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, വയറ് ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ മലം ലൂസായിട്ട് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് നിൽക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ച് കഷായം രൂപത്തിലൊന്നും ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിലും വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഡെർമറ്റൈറ്റിസ് പോലുള്ള സ്കിന്നിൻ്റെ കണ്ടീഷൻസിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാനൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ പൈൽസ് രോഗികളാണെങ്കിൽ അവർക്ക് ബ്ലീഡിങ് പ്രശ്നങ്ങളോ വേദനയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ ആനച്ചുവടി ഉപയോഗിക്കും. അത് ഉള്ളിലേക്ക് എടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കുന്നതോ, അത് മുട്ടയുടെ ആ തോടിൽ തന്നെ അളന്നെടുക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. ഈ ആനച്ചുവടിയുടെ നീര് എടുത്തിട്ട് അത് എത്രയാണോ അതേ അളവിൽ തന്നെ മുട്ടയുടെ അളവും എടുക്കുക. എന്നിട്ട് അത് നല്ലെണ്ണയിൽ, എള്ളിൻ്റെ എണ്ണയിലൊക്കെ തന്നെ ഉണ്ടാക്കിയെടുത്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ചെന്നല്ലരി വറുത്ത് പൊടിച്ചെടുത്തതും അല്ലെങ്കിൽ ആനച്ചുവടിയുടെ വേരും ഒക്കെ ക്ലീനാക്കി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് അരിയുണ്ട പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ദിവസത്തിൽ 3 വീതമൊക്കെ തന്നെ കഴിക്കുന്നത് വളരെ നല്ലതാണ് മുടിയുടെ ആരോഗ്യത്തിനും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും. അതുപോലെ ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും മധുരത്തിനായിട്ട് അതിൽ കരിപ്പെട്ടിയും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കി കഴിക്കാം. ഇങ്ങനെ ഉണ്ടയാക്കി ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ അട ഉണ്ടാക്കുന്നത്, സാധാരണ നമ്മുടെ അടയുടെ ഫില്ലിങ് പോലെ തന്നെ ശർക്കരയും തേങ്ങയൊക്കെ ഉപയോഗിക്കാം. നവര അരിയും അതുപോലെ തന്നെ ആനച്ചുവടി അരച്ചതും ഒക്കെ കൂടെ ചേർത്തിട്ട് നമുക്കിതുപോലെ അടയുണ്ടാക്കി വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതും വളരെ ഗുണകരമായിട്ടുള്ള അട തയ്യാറാക്കിയെടുക്കാം. ഇനി നല്ല ബേണിംഗ് മിച്ചുറേഷൻ അല്ലെങ്കിൽ മൂത്ര പുകച്ചിലൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അത്തരം കണ്ടീഷൻസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആനച്ചുവടി എടുക്കുന്നതിൻ്റെ പകുതിയായിട്ട് മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടല്ലോ അതും കൂടെ എടുക്കാം. എന്നിട്ട് ഇത് 1 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വറ്റിച്ചിട്ട് 2 നേരമായിട്ട് കഷായം രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എക്സീമ
അല്ലെങ്കിൽ കുഴിനകം വേദന, ഉളുക്ക്, ചതവ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്തരം ഭാഗങ്ങളിൽ ഇത് അരച്ചിടുന്നത് ഈ ഒരു പ്രശ്നത്തെ കുറയ്ക്കാൻ സഹായിക്കും. ഇനി ഹൃദയ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഓരില എന്നുള്ളൊരു ഔഷധമുണ്ട്. ഈ ഔഷധവും അതുപോലെ തന്നെ ആനച്ചുവടിയും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതൊക്കെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വളരെ നല്ലതാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് ചുമയോ കഫക്കെട്ടോ പനിയോ ഒക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ വെള്ളം തിളപ്പിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നല്ല വേദനയുള്ളപ്പോൾ നമ്മൾ നടുവേദനയും ഉളുക്കൊക്കെ മാറാനേ ഒന്നുകിൽ ഇലകൾ ചതച്ച് വെച്ച് കെട്ടാൻ നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പൂവാങ്കുരുന്നിലെ, മുയൽ ചെവി എന്നിവൻ്റെ കൂടെയൊക്കെ തന്നെ അരച്ചിട്ട് ഉപയോഗിക്കാം. മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ മാറ്റാൻ ഏറെ നല്ലതാണ്. അല്ലെങ്കിൽ പഴുപ്പ് വേദനയോടുകൂടി മൂത്രം പോകൽ, മൂത്രനാളി രോഗങ്ങൾ, ഇതിനൊക്കെ ഇല, വേര്, ജീരകം എന്നിവ എല്ലാം കൂടെ ചേർത്ത് വെള്ളം തിളപ്പിച്ച് വറ്റിച്ച് ഒരു കഷായം രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ ഉപയോഗിക്കാം. ഇനി ദഹനം അല്ലെങ്കിൽ വയറിലുണ്ടാവുന്ന നീര്, വേദന, വയറിളക്കം, പനി ഇതൊക്കെ തന്നെ ഈ രീതിയിൽ കഷായം വെച്ച് കഴിക്കുന്നത് ഏറെ നല്ലതാണ്. ഇനി ജീരകവുമായി ചേർത്ത് അരച്ച് സേവിക്കുന്നത് മഞ്ഞപ്പിത്തം ഉള്ള അവസ്ഥയിൽ നല്ലതാണ്. ഇനി കഷായം ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് സമൂലം, അതായത് വേര് ഉൾപ്പെടെ തന്നെ കഷായം വെച്ച് കുടിക്കാം. ഇലയും വേരും ജീരകവും മോരും ചേർത്തിട്ടും കഷായം വെക്കാം. ഇനി അതുപോലെ പുരട്ടാനാണെങ്കിൽ താളി രൂപത്തിൽ തലയിൽ തേക്കാം, അല്ലെങ്കിൽ ചതച്ച് വേദനയുള്ള ഭാഗത്ത് നമുക്ക് വെച്ച് കെട്ടാൻ പറ്റും. ഇനി ഇത് വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ ഉപയോഗിക്കാം. ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു 3-4 വിധത്തിൽ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. ഇനി മൃഗങ്ങളുടെ അകിട് വീക്കൊക്കെ ഉണ്ടല്ലോ, അത്തരം കേസിലൊക്കെ ആണെങ്കിൽ ആനച്ചുവടി അരച്ച് അത് നമ്മൾ കാടിയിൽ ചേർത്തൊക്കെ കൊടുക്കാറുണ്ട്. ആനച്ചുവടി ഇല അരച്ച് ജ്യൂസ് ആക്കിയൊക്കെ തന്നെ ചേർത്ത് കഴിക്കുകയൊക്കെ ആണെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനും സഹായകരമായിട്ടുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ വേരും അരിയും ശർക്കരയും ഒക്കെ ചേർത്ത് പല രീതിയിൽ നമുക്ക് ആഹാരം ഉണ്ടാക്കി കഴിച്ചാൽ രക്താർശസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനും, അതുപോലെ വിഷജന്തുക്കളുടെ കടിയേറ്റാൽ ഇത് സമൂലം എടുത്ത് അരച്ച് പുരട്ടുന്നതും, പിന്നെ അതുപോലെ പ്രായാധിക്യത്താൽ ഉണ്ടാവുന്ന ധാതു ലവണങ്ങൾ കുറയുന്നവർക്കും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം, അയൺ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ദഹന പ്രക്രിയ ശക്തിപ്പെടുത്താനും വയറ്റിലുണ്ടാകുന്ന അസിഡിറ്റി, ഗ്യാസ് എന്നീ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു മരുന്നാണ്. ദഹനം നല്ലപോലെ ആവാൻ സഹായിക്കുന്നുണ്ട്. മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്കും നല്ലതാണ്. ഇത് ആമാശയ രോഗങ്ങൾക്കും പൈൽസിനുമുള്ള നല്ലൊരു മരുന്നായിട്ട് ഉപയോഗിക്കാം. ഇനി പൈൽസിൽ തന്നെ പലരും ഡോക്ടറെ കാണിക്കാൻ പോലും മടിക്കുന്ന ഒരു കണ്ടീഷനാണ്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇതിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. എപ്പോഴും തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒരു ഒറ്റമൂലി പ്രയോഗം മാത്രമായിട്ട് കഴിയരുത്. നേരിട്ട് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനിൽ ചെയ്യുമ്പം നിങ്ങൾക്ക് അതിനുള്ള മെഡിക്കേഷനും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. മുൻപ് കാലത്തൊക്കെ ഔഷധങ്ങളെ കൂടുതൽ ആശ്രയിച്ചിരുന്ന കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും ആശ്രയിച്ചിരിക്കുന്ന ഈ ഇത്തരം ആനച്ചുവടി, മുയൽ ചെവിയൻ, അല്ലെങ്കിൽ പൂവാങ്കുറുന്നില, തഴുതാമ, ഇങ്ങനെയുള്ള ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്. പലപ്പോഴും നമുക്ക് എല്ലാം കണ്ട് പരിചയമുള്ളവയായിരിക്കും, അതിൻ്റെ പേരൊന്നും അറിയില്ല, ഗുണങ്ങൾ അറിയില്ല എന്നുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പലപ്പോഴും നിങ്ങൾ മരുന്നിനെ മാത്രം ആശ്രയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വേണ്ട. ഇങ്ങനെയുള്ള ഔഷധങ്ങളും കൂടെ ഒന്ന് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞ് തന്നെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാവരിലും സുലഭമായിട്ട് നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒന്ന് തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ ഇനി വിടരുത്. ഈ രീതിയിലൊക്കെ അതിൻ്റെ ഗുണങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.